മനുഷ്യന്റെ ജീവനൊന്നും ഒരു വിലയില്ല. എല്ലാവർക്കും പൈസ പൈസ എന്നുള്ള ഒരു ചിന്തയായിട്ടുണ്ട് മക്കൾ. ആ വീഡിയോ ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. കേക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര മൊഞ്ചാണ്, ബ്ലാക്ക് ഫോറസ്റ്റും അതും ഇതും ഒക്കെ. പക്ഷെ ഈ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ എന്താക്കൂല, കേക്ക് തിന്നൂല. പോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കുഴക്കൂലേ, ആ മാവ് കുഴക്കുന്ന ആ ഒരു ഡബ്ബുണ്ടല്ലോ, ആ ഒരു പാത്രം, ആ പാത്രത്തിനെക്കാട്ടിലും വൃത്തിയുണ്ട് നമ്മളെ നാട്ടിൽ പന്നിക്ക് വേസ്റ്റ് കൊണ്ടുപോകില്ലേ ഈ കോഴിക്കടയിൽ നിന്നൊക്കെ, ആ പാത്രത്തിന് നമുക്ക് നമ്മളുടെ ജീവനാണ് വലുത്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. എന്താ തന്നെ, ആ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവന് ഭീഷണി ഉണ്ടാവും, എൻ്റെ ഫ്രണ്ടിന് ജീവന് ഭീഷണി ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മളെ നാട്ടിൽ കേക്കുകളൊക്കെ ഉണ്ടല്ലോ, ബർത്ത്ഡേ കേക്ക്, ന്യൂ ഇയറിന് കേക്ക്, ക്രിസ്മസിന് കേക്ക്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് വൃത്തിയോടെയാണോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ആ കേക്ക് വാങ്ങി തിന്നുക. ഈ കേക്ക് ഉണ്ടാക്കാൻ ആ മസാലയും ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാവ് കുഴക്കൂലേ, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കുഴക്കൂലേ, ആ മാവ് കുഴക്കുന്ന ആ ഒരു ഡബ്ബുണ്ടല്ലോ, ആ ഒരു പാത്രം, ആ പാത്രത്തിനെക്കാട്ടിലും വൃത്തിയുണ്ട് നമ്മളെ നാട്ടിൽ പന്നിക്ക് വേസ്റ്റ് കൊണ്ടുപോകില്ലേ ഈ കോഴിക്കടയിൽ നിന്നൊക്കെ, ആ പാത്രത്തിന്. നമ്മളെ വീടുകളിൽ കക്കൂസിലൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള ബക്കറ്റല്ലേ വെക്കുക, കക്കൂസിൽ വെക്കുന്ന ബക്കറ്റിനെക്കാട്ടിലും വൃത്തിയില്ലാത്ത ബക്കറ്റിലാണ് ഈ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും മാവും എല്ലാം ഇട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ബംഗാളികളാണ് ഉണ്ടാക്കുന്നത്. ബംഗാളികൾക്ക് ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. തമ്പാക്കും വെച്ച് പിന്നെ പാൻപരാഗം നിന്ന് മാസ്കും വെക്കാണ്ട് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും. തുപ്പി അങ്ങോട്ട് വർത്താനം പറഞ്ഞ് മൂന്നാലഞ്ച് ബംഗാളികളാണ് ഇത് ഉണ്ടാക്കുന്നത്. 100 കണക്കിന് ആണ് അവിടുന്ന് കേക്കുകൾ ഉണ്ടാക്കി ബേക്കറികളിലേക്ക് പോകുന്നത്. നിങ്ങൾ ബേക്കറികളിലേക്ക് കയറിയിട്ട് അവരോട് ചോദിക്കുന്നത് ആരാണ് ഉണ്ടാക്കുന്നത്, മലയാളികളാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ നാട്ടിൽ ഇഷ്ടമാതിരി ചേച്ചിമാരും വീടുകളിൽ ഹോം മെയ്ഡ് ആയിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക. ബേക്കറികളിൽ നിന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ അവരോട് ചോദിക്കുക നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കുന്നത്, ആരാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവർക്കിപ്പം മനുഷ്യന്റെ ജീവനൊന്നും ഒരു വിലയില്ല. എല്ലാവർക്കും പൈസ പൈസ എന്നുള്ള ഒരു ചിന്തയായിട്ടുണ്ട് മക്കൾ. ആ വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല. അത്രയ്ക്കും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെ കക്കൂസിലൊക്കെ വെക്കുന്ന ബക്കറ്റില്ലേ, അത്ര പോലും വൃത്തിയില്ലാത്ത ബക്കറ്റുകൾ, പന്നിക്ക് കൊണ്ടുപോകുന്ന വേസ്റ്റുകൾ, കോഴിക്കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ പന്നിക്ക് കൊണ്ടുപോകുന്ന വേസ്റ്റ് പാത്രങ്ങൾ ഉണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക്കിന്റെ വലിയ ഡ്രം, അത്ര പോലും വൃത്തിയില്ലാത്ത പാത്രങ്ങളിലാണ് ഈ മൈദയും മാവും കുഴയ്ക്കുന്നതും മാവുകൾ കൊണ്ടുപോകുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നാട്ടിൽ ബംഗാളികൾ നിറഞ്ഞിട്ടുണ്ട്. അത് ബംഗാളികൾ, വൃത്തിയുള്ള ബംഗാളികളും ഉണ്ട്, വൃത്തിയില്ലാത്ത ബംഗാളികളും ഉണ്ട്. ബംഗാളികൾ മാത്രമല്ല, ആസാമികളും യുപിക്കാരും ഇവരും ഒക്കെ ഉണ്ട്. വൃത്തി എന്ന് പറയുന്ന സാധനമല്ല മക്കളെ. കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു വൃത്തിയിൽ ഉണ്ടാക്കേണ്ട ഒരു സാധനം. കേക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര മൊഞ്ചാണ്, ബ്ലാക്ക് ഫോറസ്റ്റും അതും ഇതും ഒക്കെ. പക്ഷെ ഈ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ